എന്റെ അടുത്ത് വരുന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നുള്ളത് എന്റെ ആത്മീക ആവശ്യമാണ്. Only when I see it as my spiritual need, I start praying, crying, interceding, standing before the Lord. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ചെന്ന് നിൽക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്താണ്, ഇന്റർസെഷൻ ഈസ് സംതിങ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പെറ്റീഷൻ, ഇറ്റ് ഈസ് എ പൊസിഷൻ. നമ്മൾ ഇന്റർസെഷൻ എന്ന് പറയുന്നത് ഒരു പെറ്റീഷൻ എന്നുള്ള നിലയിലാണ് കാണുന്നത്. നോ, ഇറ്റ് ഈസ് എ പൊസിഷൻ. യു ആർ ഗെയിനിങ് എ പൊസിഷൻ. ദാറ്റ് ഈസ് യുവർ റിവാർഡ്. വാട്ട് ഈസ് ദാറ്റ് പൊസിഷൻ? യു ആർ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ that person and God. ദൈവത്തിനും ആ വ്യക്തിക്കും മധ്യത്തിലേക്ക് കയറി നിന്ന് ആ ഒരു പൊസിഷനിലേക്ക് കയറി നിൽക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? എന്നെ പ്രാപ്തനാക്കുന്നു. അതാണ് വാസ്തവത്തിൽ ഇന്റർസെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്റർസെഷൻ ഇസ്, ഓഫ് കോഴ്സ്, ഞാൻ ബേർഡൻ എടുക്കുന്നുണ്ട്, ഞാൻ സഫർ ചെയ്യുന്നുണ്ട്, ഞാൻ കഷ്ടം അനുഭവിക്കുന്നുണ്ട്, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് പെർസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. But at the same time, I'm gaining a position. What is that position? God allows me to stand in between me and that person and God. ദൈവത്തിനും ആ വ്യക്തിക്കും ഇടയ്ക്ക് കയറി നിൽക്കാനായിട്ട് ദൈവം എനിക്കൊരു പൊസിഷൻ തരികയാണ്. പക്ഷെ ആ പൊസിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങളോട് നമ്മൾ ഓർക്കണം. We need to identify with that person. First of all, we need to identify with that person. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ഉപമയിൽ തന്നെ വിശപ്പില്ലാത്തവനായ വ്യക്തി വിശക്കുന്നവനെ പോലെ ചെന്ന് എന്ത് ചെയ്യാണ്? അപ്പം യാചിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. വയറ്റുവേദനയ്ക്ക് വേണ്ടി ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്, എനിക്ക് വയറ്റുവേദനയില്ല, പക്ഷേ വയറ്റുവേദന ഉള്ളവനെ പോലെയാണ് ഞാൻ ഇവിടെ ചെന്ന് നിൽക്കുന്നത്, ദൈവത്തിനെ സന്നിധിച്ച് നിൽക്കുന്നത്. കടം കയറി മുടിഞ്ഞ ഒരുത്തൻ എനിക്ക് വേണ്ടി എന്നോട് പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, ഐ എം ടോട്ടലി ഇൻ എ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. ഞാൻ എന്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചിട്ട് ഓർക്കുന്ന പോലുമില്ല. അത് മേനി പറയുന്നൊന്നുമല്ല, ഞാൻ ദൈവം അങ്ങനെ ഒരു പക്ഷേ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതി, അത്രയും മതിയല്ലോ. പക്ഷേ കടം കയറി പ്രയാസപ്പെട്ടു വരുന്ന ഒരു വ്യക്തി എന്നോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കൊന്നും വേണ്ട, എന്റെ ഒരു സഹോദരൻ കടക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കടം കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന്റെ മനോഭാവത്തോടുകൂടെ വേണം ഞാൻ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ. അപ്പോഴാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇന്റർസെഷനുള്ള എന്റെ യോഗ്യത എന്ന് പറയുന്നത്. If you are not ready to identify with the person, you have no right to stand before God on behalf of that person. So you can intercede for a person only if you are ready to identify with that person. ആ വ്യക്തിയുമായിട്ട് ഏകീഭവിക്കുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്റർസീഡ് ചെയ്യാൻ, മധ്യസ്ഥ അണയ്ക്കുവാനുള്ള യോഗ്യതയില്ല. എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് കാര്യം. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിനും ഒരു വ്യക്തിക്കും ഇടയിൽ നിൽക്കുന്ന പൊസിഷനിലേക്ക് കയറണമെങ്കിൽ ഏത് കാര്യത്തിനും ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. വി ആർ എൻറ്ററിംഗ് ഇൻ ടു എ ഡിഫറെന്റ് പൊസിഷൻ. സോ വി നീഡ് ടു സീ ദാറ്റ് വി ആർ പേയിങ് എ കോസ്റ്റ്. വാട്ട് ഈസ് ദാറ്റ് കോസ്റ്റ്? എന്താ ആ കോസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഐഡന്റിഫൈയിങ് വിത്ത് ദാറ്റ് പേഴ്സൺ. രോഗിയായ ഒരു വ്യക്തിയുടെ വേദന നമ്മൾ മനസ്സിലാക്കണം, അറിയണം. പൗലോസ് പറയാണ്, പല സമയത്തും ഞങ്ങൾ കഷ്ടതയിലായത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ നിന്ന് ദൈവത്തോട് നിങ്ങൾക്ക് ആശ്വാസം തന്നെ, ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് ചെന്ന് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു പൊസിഷനിലാകുക. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് ഹെപ്പറ്റൈറ്റിസ് വൈറൽ അറ്റാക്ക് വന്നപ്പം ഞാൻ ഇൻഫാക്ട് ഐ വാസ് സീയിങ് ഡെത്ത് ഫേസ് ടു ഫേസ്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ എന്തിനാ ദൈവം എനിക്ക് ആ ഒരു സ്റ്റേജ് എന്ന് ചോദിച്ചാൽ, എന്റെ ഒരു ചിന്ത, മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു ഡെത്ത് ബെഡിൽ കിടക്കുന്ന ഒരാളോട് സാരമില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റേജിലൂടെ പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പൊസിഷനിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മൾ കർത്താവിനോട് നന്ദി പറയണം. കാര്യം ഏകീഭവിക്കുവാൻ, മനുഷ്യനുമായിട്ട് ഏകീഭവിക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ഒരവസരമാണ്. ഇതിൽ ചില കടന്ന കയ്യിൽ ഒരു സ്റ്റോറി അല്ല, സംതിങ് ഹാപ്പൻ. സെർബിയയിലെ നിങ്ങൾക്കറിയാമല്ലോ, സെർബിയയിലെ ഭരണത്തിനുണ്ടായ പ്രശ്നം, റഷ്യൻ പട്ടാളമൊക്കെ അവിടെ കടന്നു കയറി ആക്രമണമൊക്കെ നടത്തിയ സമയത്ത് ഒരു മഠം, ഈ കന്യാസ്ത്രീ മഠത്തില് പട്ടാളം ഇങ്ങനെ മെതിച്ച് നടക്കുകയാണ്. അവര് എല്ലാവരെയും കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് ഇവരൊടുവിൽ ഒരു ആശ്വാസം കിട്ടാനായിട്ട് ചെല്ലുന്നത് ഈ കന്യാസ്ത്രീ മഠത്തിലാണ്. അപ്പം കന്യാസ്ത്രീ അമ്മമാരെല്ലാം പറയും, സാരമില്ല കുഞ്ഞെ, സാരമില്ല മോളെ, സാരമില്ല മോനെ എന്നൊക്കെ പറയും. അപ്പൊ അതിനകത്തെ ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അവരോട് പറയുമ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് പറയാം. കാര്യം അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരിക്കലും അതിനൊരു ഉത്തരം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇതിനകത്ത് ഒരു സ്ത്രീ
ആ സ്ത്രീ എഴുതിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് കഥ പറയുന്നത്. ഒരു ദിവസം ഈ കന്യാസ്ത്രീ മഠവും പട്ടാളക്കാർ കയറി ആക്രമിച്ചു. കന്യാസ്ത്രീകളിൽ പലരെയും അവർ ബലാത്സംഗം ചെയ്തു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ ഒരു കന്യാസ്ത്രീ മനസ്സിലാക്കി അവർ ഗർഭിണിയാണെന്ന്. അവർ മദർ സുപ്പീരിയറിന് എഴുതിയൊരു കത്ത് അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ എഴുതിയിരിക്കുന്ന, അമ്മേ, എനിക്കിനി ഒരു പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് എനിക്ക് ഈ ഓർഡറിൽ നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഐ എം ബെയറിങ് എ ചൈൽഡ് ഇൻ മൈ വൂം. പക്ഷേ ഞാൻ ഈ കുഞ്ഞിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് മഠം വിട്ടു പോകണമെന്ന് എനിക്കറിയാം. എന്നാൽ മഠം വിട്ടു പോയാൽ ഞാൻ എൻ്റെ പാവപ്പെട്ട സഹോദരിമാരുടെ, ഗ്രാമത്തിലെ എൻ്റെ സഹോദരിമാരുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ആ കുഞ്ഞിനെ വളർത്തും. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ആശ്വാസമുള്ളൂ, ഇനി അവർക്ക് എന്നോട് അപമാനിക്കപ്പെടുക എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. ചങ്ക് പൊട്ടിക്കുന്ന ഒരു കത്താണ് ആ സ്ത്രീ പറയുന്നത്, ആ കന്യാസ്ത്രീ പറയുന്നത്. ഈ അവസ്ഥയിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടത് അങ്ങനെയുള്ള വ്യക്തികളോട് സാരമില്ല മോളെ എന്ന് എനിക്ക് ഇന്ന് പറയാൻ കഴിയേണ്ടതിന് വേണ്ടിയാണ്. ഇതാ വാസ്തവത്തിൽ ഇന്റർസെഷന് പറ്റുന്ന, അതാണ് ഐഡന്റിഫൈയിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. അവിടെയാണ് നമ്മൾ ഏകീഭവിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസപ്പെടുമ്പോൾ, ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ കടന്നുപോയാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും ആ വ്യക്തിയുടെ ഷൂവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ ഷൂവിൽ നിന്നുകൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്റർസെഷൻ വെറും വാക്കുകൾ കൊണ്ടുള്ള കളിയായിരിക്കും. രണ്ടാമത്, നമ്മൾ ദിസ് ഈസ് ദ ബേസിക് തിങ്. ജീസസ് ഡിഡ് ദ സെയിം. ജീസസ് ഐഡന്റിഫൈഡ് വിത്ത് മാൻകൈൻഡ്. യേശു കർത്താവ് എന്ത് ചെയ്തു? മനുഷ്യനുമായിട്ട് ഏകീഭവിച്ചു. ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഏകീഭവിച്ചു? ഏത് മനുഷ്യനും ദൈവത്തിന്റെ അടുത്ത് ചെല്ലാവുന്ന രീതിയിൽ, ഏത് മനുഷ്യനും യേശുവിന്റെ അടുത്ത് ചെല്ലാവുന്ന രീതിയിൽ. എപ്പോൾ വേണമെങ്കിലും യേശുവിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, നിനക്കിത് മനസ്സിലാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വീടില്ലാത്ത ഒരുത്തിന് യേശുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ യേശുവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചവനാണ് യേശു നല്ല വേദോസം പറയുന്നത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകാൽ അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചതുപോലും എവിടാന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. പുൽത്തൊഴുത്തിൽ ജനിച്ചോന്ന് പോലും നമുക്ക് ജനിക്കാനൊരു സ്ഥലമില്ലാത്തൊരു വ്യക്തി, മരിക്കാനൊരു സ്ഥലമില്ലാത്ത വ്യക്തി. നല്ല ചോദിക്കേ, ജനിക്കാനൊരു സ്ഥലമില്ലാത്ത വ്യക്തിയായിരുന്നു യേശു. മരിക്കാനോ സ്വന്തം തോളിൽ തല ചായച്ച് മരിച്ചൊരു വ്യക്തി. അവൻ ആരോടാണ് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുന്നത്? ആർക്കാണ് അവന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ കടന്നു പോകുന്ന കഷ്ടത്തെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്ന് പറയാൻ കഴിയുന്നത്? അപമാനത്തിന്റെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. യേശുവിനെ അവന്റെ സമൂഹത്തിലെ ആളുകൾ വിളിച്ചിരുന്നത് മറിയയുടെ മോനെ എന്നാണ്. നമ്മളെയൊക്കെ അങ്ങനെ അമ്മയുടെ പേര് കൂട്ടിയൊന്നുമല്ലോ വിളിക്കുന്നതാണോ? അപ്പന്റെ പേര് കൂട്ടിയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അമ്മയുടെ പേര് കൂട്ടി വിളിക്കുന്നത്? അവന്റെ നാട്ടുകാർ പറഞ്ഞത് അവൻ അപ്പനില്ലെന്നാണ്, അപ്പനില്ലാതെ ഉണ്ടായതാണെന്നാണ് പറഞ്ഞത്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അവന്റെ അടുത്ത് അപമാനത്തെക്കുറിച്ച് പിന്നെ ആരാ ചെന്ന് നിനക്ക് മനസ്സിലാകത്തില്ല എന്ന് പറയുന്നത്? യേശു കർത്താവ് എല്ലാ രീതിയിലും ഏത് മനുഷ്യനോടും ഏകീഭവിക്കുവാൻ ഇറങ്ങി വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മളും വാസ്തവത്തില് ഏകീഭവിക്കുവാനുള്ള മനസ്സ്. ഒരുപക്ഷെ നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നുപോയി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു കടന്നു പോകാത്തതിൽ ഒരു സ്ഥലത്തൂടെ നമുക്ക് പോവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശുവിനെ നമ്മളോട് ഏകീഭവിക്കാൻ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ യേശു കടന്നു പോയിട്ടില്ലെങ്കിലും എവിടുന്നാ യേശു വന്നേന്നൊന്ന് ആലോചിച്ചാൽ മതി. യേശു ഇവിടെ റോമൻ സീസറിന്റെ കൊട്ടാരത്തിൽ ലോക ചക്രവർത്തിയായിട്ട് ജീവിച്ചാൽ പോലും അവൻ ചെയ്ത അത്രയും ത്യാഗം ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. കാര്യം അവൻ സ്വർഗമഹിമകളെ വിട്ടിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പൊ അവൻ ചക്രവർത്തിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ചെയ്യുന്നത് എന്താണ്? ത്യാഗമാണ്. പക്ഷെ അവൻ ചക്രവർത്തിയായിട്ടല്ല വന്നത്. താഴോട്ട് 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 താഴോട്ട്, ഏറ്റവും താഴോട്ട്. ഞാൻ ചിലപ്പോൾ വിഭാവന ചെയ്യാറുണ്ട്. യേശു ഭൂമിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദൂതന്മാരെല്ലാം കൂടെ അവനോട് എന്തോ ആയിരിക്കും പറഞ്ഞെന്നുള്ളത്. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ കുറച്ചാണ് ജീവിക്കാൻ പോവുക. പിന്നെ ദൂതന്മാർ പറഞ്ഞു, കർത്താവേ, ഭൂമി എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ര നല്ല സ്ഥലമൊന്നും അല്ലല്ലോ, ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, ഭൂമി സ്വർഗം പോലെ ആക്കട്ടെ, എല്ലാം എയർ കണ്ടീഷൻ ചെയ്തേക്കാം. ഉടനെ കർത്താവ് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഭൂമിയിൽ അങ്ങനെ പോകാനല്ല ആഗ്രഹിക്കുന്നത്, സാധാരണ നിലയിൽ ഭൂമി എപ്പോഴെങ്ങനെയാണ് അങ്ങനെ തന്നെ. എന്നൊരു കാര്യം ചെയ്യുക കർത്താവ്, നിനക്ക് പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം ലോകം മുഴുവൻ ഭരിക്കുന്ന റോമാണ്. അപ്പൊ ആ റോമിന്റെ ചക്രവർത്തിയായിട്ട് നിനക്ക് വേണേൽ പോകാം. ഞങ്ങനെ കൊട്ടാരം വേണമെങ്കിൽ സ്വർഗത്തിലെ പോലുള്ള ഒരു എന്താ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് ശരിയാക്കിയാലോ. കർത്താവ് പറഞ്ഞു, അതിന് ഞാൻ റോമിലല്ലല്ലോ ജനിക്കാൻ പോകുന്നത്, പിന്നെ എവിടെയാണ് പോകുന്നത്? ഞാൻ ജനിക്കാൻ പോകുന്നത് യഹൂദന്മാരായ ഇസ്രായേലിനാണ്, അല്ലെങ്കിൽ പലസ്തീനിലാണ്. എന്നൊരു കാര്യം ചെയ്യാം, ഹേരോദാവിന്റെ കൊട്ടാരം ഞങ്ങൾ പെട്ടെന്ന് റിവ്യാക്കാം. കർത്താവ് പറഞ്ഞു, ഞാൻ ഹേരോദാവിന്റെ കൊട്ടാരത്തിലല്ലല്ലോ ഞാൻ ജനിക്കാൻ പോകുന്നത്, പിന്നെ എവിടെയാ? അത് ഞാനൊരു പുൽത്തൊഴുത്തിൽ. എന്നാ പിന്നെ കർത്താവ് ആ പുൽത്തൊഴുത്തങ്ങ് AC ചെയ്താലോ? കർത്താവ് പറഞ്ഞില്ല. ഒരു അടിമ വംശത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായ ഒരു തൊഴിലാളിയുടെ ഭവനത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന എത്രയും ഒരു ലെവലിൽ കർത്താവ് ഇറങ്ങി വന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ഹി വാസ് ഐഡന്റിഫൈയിങ് വിത്ത് മാൻ. നമ്മളോട് ഏകീഭവിക്കാനായിട്ട്.
മോസസ് വാസ് ഐഡന്റിഫൈങ് വിത്ത് ഹിസ് പീപ്പിൾ. മോശ അവന്റെ ജനങ്ങളോട് ഏകീഭവിക്കുകയായിരുന്നു. ഇന്റർസീഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് when he was interceding, അവന്റെ ജനങ്ങളോട് ശരിക്കും 32 എക്സോഡസ് 32. പിന്നീട് നമുക്ക് വീണ്ടും ആ ഭാഗം എപ്പോഴെങ്കിലും വായിക്കും. ഇപ്പൊ ഞാൻ വായിച്ചു മാത്രം പോകണം. പുറപ്പാട് ദിവസം 32 അധ്യായം അതിന് 32 വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. നമുക്ക് ഇച്ചിരി കടുങ്കയ്യാ മോശ പറയുന്നത്. മോശ, നമുക്ക് ആ സാഹചര്യം അറിയാം. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴത്തെ കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ നശിപ്പിച്ച് കളയും. എന്നിട്ടൊരു ഓഫർ കൊടുക്കുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. മോശ ആ ഓഫർ നമ്മളാണെങ്കിൽ പറഞ്ഞേ, എന്തോ ചെയ്യാനാ കർത്താവന്മാരെല്ലാം വെറും കള്ളന്മാർ, ഇത്രയും കൊണ്ടുവന്ന ഒരു പ്രയോജനമില്ല, എന്നാൽ പിന്നെ നീ എന്നെ അങ്ങ് വലിയ ജാതിയാക്ക് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ മോശ എന്താ പറയുന്നത്? നോ, അത് നിന്റെ നാമത്തിന് അപമാനമാണ്. നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് നീ ചെയ്ത വാഗ്ദത്തം നീ ഓർക്കണം, നിന്റെ നാമം നീ ഓർക്കണം. നാട്ടുകാരെല്ലാം പറയും വഴി കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ ദൈവം അവരെ കൊണ്ടുവന്നതെന്ന്, അതുകൊണ്ട് നീ അത് ചെയ്യരുത്. അങ്ങനെ മോശ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയി അവർ കാണിച്ച പാതകം കണ്ടിട്ട് തിരിച്ച് വീണ്ടും ദൈവത്തോട് ഇന്റർസീഡ് ചെയ്യാൻ കയറി വരുമ്പോൾ അന്നേരമാണ് അവിടെ എന്താണ് മോശ പറയുന്നത്? കർത്താവേ, ഈ ജനം മഹാപാപം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നറിയാമോ? ഞാന് പർവ്വതത്തിൽ നിന്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തെ ഓർക്കണേ, പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ഓർക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതെന്തോ ഓർത്താലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാതകം അവര് ചെയ്തു. എന്നാലും നിന്റെ കരുണ അവരോട് നീ കാണിക്കണം, നീ അവരുടെ പാപത്തെ ക്ഷമിക്കണം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയാണ്, നീ ക്ഷമിക്കത്തില്ലെങ്കിൽ എന്റെയും കൂടെ പേരങ്ങ് വെട്ടിയേക്കാൻ. എന്താ അതിന്റെ അർത്ഥം? മോശ പറയുന്നത്, ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർക്കില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ആ ജനത്തോട്, ആ ജനം എല്ലാം കൂടെ നരകത്തിൽ പോവുകയാണെങ്കിൽ ഞാനും കൂടെ നരകത്തിലങ്ങ് പൊക്കോളാമെന്നാ പറയുന്നത്. റിബല്ലിയസ് ആയിട്ട് പറയുന്നതല്ല, സ്നേഹം കൊണ്ടും ദുഃഖം കൊണ്ടും പറയുന്നതാണ്. അല്ലാതെ ദൈവത്തോട് അവർക്കില്ലാത്ത അവർക്കും ഇല്ലാത്ത എനിക്കും വേണ്ട, അങ്ങനെ അതല്ല പറയുന്നത്. കർത്താവേ, എന്റെ ജനം എല്ലാവരും നശിക്കുകയാണോ, എനിക്ക് മാത്രമായിട്ട് ഒരു സൗഭാഗ്യം വേണ്ട. അതാണ് വാസ്തവത്തിൽ ഏകീഭവിക്കുക എന്ന് പറയുന്നത്. ഐഡന്റിഫൈങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതേ കാര്യം തന്നെയാണ് പൗലോസും പറയുന്നത്. റോമാലേഖനം 9 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ പുത്രത്വവും. നോക്കുക, അവിടെ പോൾ പറയുന്നത് ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അഭിവാഞ്ച. അതിന്റെ 10 അധ്യായം 1 വാക്യം പറയുന്ന, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാണ്. ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അഭിവാഞ്ച. എന്നിട്ട് പോൾ പറയുന്നത് എന്തറിയാമോ? ഞാൻ ഒരിക്കൽ ദൈവവുമായിട്ടൊരു ബാർഗെയിൻ നടത്തി 9 അധ്യായത്തിൽ. ഞാൻ ക്രിസ്തു സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്നുള്ളതിന് മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി, അതായത് യഹൂദന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ വല്ല വിധേനെ ഈ ഇസ്രായേല്യരെ യഹൂദന്മാരെ രക്ഷിക്കണം കർത്താവേ. കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങനെ രക്ഷിക്കുന്നത്? അവൻ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്ന് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ എനിക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രക്ഷിക്കാൻ പറ്റത്തില്ല. ഉടനെ പോൾ പറഞ്ഞു, കർത്താവ്, ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. എന്താ? അല്ല, നിനക്ക് ഇവരെ എല്ലാം കൂടെ രക്ഷിക്കാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങ് നരകത്തിൽ പോക്കോളാം, ഞാൻ രക്തസാക്ഷിയായിട്ട് മരിച്ചോളാമെന്നല്ല. ദൈവം എന്നോട് പറയാ, നീ മൊസാംബിക്കിൽ പോയി രക്തസാക്ഷിയായിട്ട് മരിക്കാമെങ്കിൽ മൊസാംബിക്കിലുള്ളവരെല്ലാം രക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും 100 വട്ടം പ്രൈസ് ലോർഡ്. കാര്യം രക്തസാക്ഷിയായിട്ട് മരിച്ചാലും മോശം കാര്യമൊന്നുമല്ല. ഇവിടെ നല്ല പേരൊക്കെ രക്തസാക്ഷിയായിട്ട് മരിച്ച എല്ലാവരും എന്റെ പേരൊക്കെ വലിയ കാര്യമായിട്ട് പറയുമല്ലോ. പിന്നെ മരിച്ചാൽ ഇവിടെ പോവും, സ്വർഗത്തിനും പോവും, ഒരു നഷ്ടവും ഇല്ല. രക്തസാക്ഷിയായിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ ലാഭമുള്ളൂ, ഒരു നഷ്ടവും ഇല്ല. നമുക്ക് എന്താണെങ്കിലും ഈ മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ നമ്മളെ കുറിച്ച് മനുഷ്യൻ നല്ലത് പറയണമെന്ന്, അല്ലേ? നമ്മുടെ രക്തസാക്ഷിയൊക്കെ ആയിട്ടൊക്കെ മരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് നമ്മുടെ വേണ്ടാദിനങ്ങളൊന്നും പിന്നെ പറയത്തില്ലല്ലോ. ഏതാണ് രക്തസാക്ഷിയായിട്ട് മരിച്ചു പറ്റിയോ, ഇനി ഇവനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നെങ്കിലും ചിന്തിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ലാഭമാ. പിന്നെ സ്വർഗത്തിലും പോകാം. മൊസാംബിക്കൻസ് എല്ലാം കൂടെ സ്വർഗത്തിൽ വരികയും ചെയ്യും, രക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ മൊസാംബിക്കിലുള്ളവരെ എല്ലാം കൂടെ ഞാൻ രക്ഷിക്കാം, നീ ലോകമുള്ള കാലത്തോളം അല്ലെങ്കിൽ നിത്യതയോളം നീ നരകത്തിൽ പൊക്കോളാമോ എന്ന് ചോദിച്ചാൽ ഞാന് കർത്താവിനോട് എന്തോ പറയുന്നത്. പക്ഷേ പോൾ പറഞ്ഞു,
നീ യഹൂദനെ രക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പകരം ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അതാണ് ഐഡന്റിഫൈയിങ് എന്ന് പറയുന്നത്. അതാണ് ഏകീഭവിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്റെ സഹോദരന്റെ ഡെസ്റ്റിനി ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ ശരിയായിട്ടും ഏകീഭവിക്കുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത്. ഏകീഭവിക്കുക, ഐഡന്റിഫൈ ചെയ്യുക, അത് വിലയുള്ളതാണ്. ഇന്റർസെഷനെ കുറിച്ച്, ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഞാനിവിടെ പറയുന്നത്. ഇന്റർസെഷനെ കുറിച്ച് നമ്മൾ യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 22-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. മധ്യസ്ഥതയെ കുറിച്ച് പറയുമ്പോഴല്ലേ എന്റെ മനസ്സിൽ വരുന്ന വാക്ക് ഇതാണ്, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക. ചെറിയ രീതിയിലുള്ള ഇടിവിൽ നിൽപ്പല്ല, എന്താണ് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക. എന്താ ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മതിലെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് രണ്ട് കാര്യത്തിന് ഇടയ്ക്ക് വരുന്നതാണ് എന്ത്? മതിൽ. അപ്പൊ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് മതിലായിട്ട് നിൽക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത്? മധ്യസ്ഥത. മതിലായിട്ട് നിന്നാലുള്ള പ്രത്യേകത ഇറ്റ്സ് ലൈക്ക് ഒരു പരിച പോലെയാണ്.